മഹാമാഘ മഹോത്സവം നാളെ സമാപിക്കാനിരിക്കെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് വൻ തിരക്ക്. തവനൂർ മഹാദേവഘാട്ടിൽ ത്രിമൂർത്തി പൂജ നടക്കുകയാണ്. നിള ആരതി 6:30 തുടങ്ങും. വിവരങ്ങളുമായി അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, ഇന്നലെയും മഹാമാഘ മഹോത്സവത്തിൽ വലിയ ഭക്തജന തിരക്കാണ് കാണാൻ കഴിഞ്ഞത്. ഇന്നും വൻ തിരക്ക് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തവനൂർ മഹാദേവഘാട്ടിൽ ത്രിമൂർത്തി പൂജ നടക്കുകയാണല്ലോ. നിള ആരതി 6:30 തന്നെ തുടങ്ങുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? അശ്വതി, കേരളത്തിൻ്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാമാഘ മഹോത്സവം നാളെ അവസാനിക്കാനിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിളാതീരം ജനസഞ്ചയമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വിശേഷാൽ പൂജകൾ നടക്കുന്നു. വിവിധയിടങ്ങളിൽ നിന്ന് എത്തിയ സന്യാസിമാർ, ഉത്തരേന്ത്യയിൽ നിന്നുള്ള എല്ലാ സന്യാസിമാരെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു. നാളെ ഈ ഘട്ടത്തിൽ ഒരു പ്രധാന ദിവസമാണ് നാളെ, മകം ആണ് നാളെ. അതിനാൽ തന്നെ ആ പുണ്യദിനത്തിൽ നിളാസ്നാനം ചെയ്യാനും മറ്റുമായി നിരവധി സന്യാസിമാരാണ് ഉത്തരേന്ത്യയിൽ നടക്കം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇവിടെ മഹാദേവഘട്ടിൽ ഇപ്പോൾ ഇവിടെ ത്രിമൂർത്തി പൂജ നടക്കുകയാണ്. അല്പസമയത്തിനകം 6:30 നിള ആരതിയും ഇവിടെ നടക്കും. 2 ഭാഗങ്ങളിലായാണ് നിളയിൽ ഈ ഉത്സവം നടക്കുന്നത്. തിരുനവായ ഭാഗത്ത് ഉത്സവം നടക്കുന്നു. ഒപ്പം തന്നെ തവനൂരിൽ ബ്രഹ്മാവിൻ്റെ യാഗസ്ഥലം എന്ന് വിശേഷിക്കപ്പെടുന്ന തവനൂരിലും ഇത്തരത്തിൽ ഉത്സവം നടക്കുന്നു. വലിയ തോതിലുള്ള ജനങ്ങൾ ഇവിടെ എത്തുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നിളാതീരത്തേക്ക് നിളയിലൂടെ മറ്റൊരു പ്രവാഹമായി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ അവസരത്തിൽ വിവിധ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ മുതിർന്ന മാധ്യമപ്രവർത്തകയായ രഞ്ജിനി മേനോൻ ഇവിടെ നിള ആരതിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ? നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ നമസ്തേ. അമ്മയുടെ മകളാണ് ഞാൻ. അമൃതേശ്വരിയെ നമ എന്ന് പറഞ്ഞാണ് തുടങ്ങേണ്ടത്. ഇവിടെ നിള എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്നൊരു സ്ഥലം കൂടിയാണിത്. പക്ഷേ എനിക്ക് ഇന്ന് കുറ്റബോധം തോന്നുകയാണ്. ഈ നിളയുടെ പ്രാധാന്യത്തെയും അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ത്രിമൂർത്തി ഘട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ ബ്രഹ്മദേവൻ്റെയും ശിവഭഗവാന്റെയും നവാമുകുന്ദിൻ്റെയും സാന്നിധ്യമുള്ള അമ്മയുടെയും സാന്നിധ്യം, ഈ നദിയിലാണ് അമ്മയുടെ സാന്നിധ്യമുള്ള ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ മലയാളികൾ അത്ര കൊണ്ടൊന്നും മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു കുറ്റബോധത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ മാഘ പൗർണമി കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിനമാണ്, അടുത്ത പകലാണിത്. നാളെ മകം എന്ന് പറയുന്ന ഒരു ദിവസത്തിന്, മാഘമാസത്തിലെ മകത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇവിടെ ഒരുപാട് സന്യാസിമാർ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും, ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ഇവിടെ സ്നാനം ചെയ്യുവാനായിട്ട്. ഈ ഒരു പുണ്യഭൂമിയിൽ വന്നു നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ഏറ്റവും നമ്മുടെ ഭാരതഭൂമിയാണ്. അതുപോലെ തന്നെ ഭാരതഭൂമിയിൽ അനേകം മഹാമാഘ മഹോത്സവം നാളെ സമാപിക്കാനിരിക്കെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തവനൂർ മഹാദേവഘാട്ടിൽ ത്രിമൂർത്തി പൂജ നടക്കുകയാണ്.